എയിൽഡൻ ഹിൽ എന്ന മലമുകളിൽ നിന്നും ഞങ്ങൾ കണ്ടൊരു തടാകം, അതിനെ തേടിയുള്ളൊരു യാത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. ഒരു ഈവനിങ്ങിൽ ഞങ്ങൾ ഒരു ഉച്ചയുറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേക്കും ഇന്ന് എങ്ങോട്ട് നടക്കണം എന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആ തടാകം തേടി ഒന്ന് പോയാലോ. അതിൻ്റെ കറക്റ്റ് റൂട്ട് എന്ന് പറയത്തില്ല, പക്ഷെ കണ്ടീഷൻ ഇതായിരുന്നു, ഗൂഗിൾ മാപ്പ് ഇടാതെ ഏകദേശം ഊഹം വെച്ചുകൊണ്ട് നമുക്ക് തടാകം തേടി മുന്നോട്ട് പോകാം. അങ്ങനെ ഏകദേശം ഒരു ഊഹം വെച്ച് നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് എയിൽഡൻ ഹിൽസ് കാണാൻ സാധിച്ചു. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴേക്കും അത് ആ ചെമ്മരിയാടിൻ്റെ കൂട്ടം, ഒരുപാട് ആളുകളൊന്നും ചെല്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങളെ കണ്ടപ്പോഴേക്കും ഇവരാരുടെ ഇവർ ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ അതിക്രമിച്ച് കിടക്കുന്ന എന്നുള്ള രീതിയിൽ ആട്ടുംകൂട്ടങ്ങൾ ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു. അവസാനം നടന്ന് ഏകദേശം ഊഹത്തിൽ മുന്നോട്ട് പോയപ്പോൾ ഈ പറയുന്ന തടാകത്തിൻ്റെ അരികിലെത്തി. മലമുകളിൽ നിന്നും മനസ്സിൽ പതിഞ്ഞ ആ ഒരു കാഴ്ചയും നടന്നു വന്നപ്പോൾ മല നിന്നിരുന്ന ആ ഒരു സ്ഥാനവും അതിനെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയ അവസാനം ഈ തടാകത്തിൻ്റെ അരികിലെത്തിയത്. തേടിയൊരു സ്ഥലം കണ്ടെത്തി കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഹാപ്പി ആയിട്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണത്. അതെന്ന് പറഞ്ഞാൽ ഒരു ലേക്കാണ്, അതിനെ ചുറ്റിപ്പറ്റി ചെറിയൊരു കാട് പോലുള്ള ഒരു സെറ്റപ്പും പിന്നെ നടക്കാനുള്ളൊരു പാതയുമൊക്കെ അവിടെയുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സൈറ്റ് അവർ പ്രത്യേകമായിട്ട് തിരിച്ചിട്ടിട്ടുണ്ടായിരിക്കും. നമ്മളതിൻ്റെ സാമഗ്രികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലേക്കിൻ്റെ കരയിൽ തന്നെ നമുക്ക് കൂടാരം കെട്ടി താമസിക്കാനായിട്ട് പറ്റും. ഇത് അതുപോലെ തന്നെ ഫിഷ് ചെയ്യാവുന്ന ഒരു ലേക്ക് കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഫിഷിങ്ങിനായിട്ട് വന്ന് ക്യാമ്പ് സെറ്റ് ചെയ്ത് ഇവിടെ കൂടുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. എന്താണെങ്കിലും വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഏകദേശം 8 മണി കഴിഞ്ഞ് 9 മണിയോട് അടുക്കുകയാണ്. പക്ഷേ ആ സമയത്തും സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ എന്താണെങ്കിലും തേടിപ്പോയൊരു സ്ഥലം കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിനൊപ്പം തന്നെ മനോഹരമായിട്ടുള്ളൊരു സായാഹ്നത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഒരു സന്തോഷം കൂടി ഞങ്ങൾക്കുണ്ട്. അവിടെ നിന്ന് കുറച്ച് ഫുട്ടേജുകളൊക്കെ എടുത്തു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ പറയുന്ന ലേക്കിൻ്റെ അപ്പുറത്തായിട്ട് പൊറ്റിയൊക്കെ നിൽക്കൊണ്ട് ചുമ്മാ അതിൻ്റെ ഒരു ഫുട്ടേജൊക്കെ എടുത്ത് വെച്ചു. എന്താണെങ്കിലും ഞങ്ങൾ കുറച്ച് നേരം അതിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞൊക്കെ നടന്നപ്പോഴേക്കും മണി 9 കഴിഞ്ഞിരിക്കുന്നു. ഈ 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെയാണ് ഇവിടെ ഇരുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. എന്താണെങ്കിലും ഒരു സ്ഥലം തേടി കണ്ടെത്തിയതിൻ്റെ സംതൃപ്തിയിൽ, ഒരു നല്ല സായാഹ്നം കിട്ടിയതിൻ്റെ സംതൃപ്തിയിൽ മനോഹരമായ ദിവസം ഇവിടെ ചെയ്യും. ബൈ ഫോർ നൗ, സീ യു ലേറ്റർ.